ഗോയ്സ്, നമ്മളിവിടെ നിൽക്കുമ്പോൾ മുതൽ ഒരു സാധനത്തിനെ കണ്ട് പേടിക്കരുത് ഗോയ്സ്. ഞങ്ങൾ മൂന്നാള് ഇതിനെ കണ്ട് പേടിക്കാണ്. ഇത് നമ്മുടെ ഗോയ്സ്. എൻ്റെ പൊന്നോ, ഞങ്ങളൊക്കെ ഇതിനെ കണ്ട് പേടിച്ച് ഇത് ചൂട്ടാണ്. ഇതിപ്പോ അനങ്ങൂലെന്നാ തോന്നുന്നത്. കുറച്ച് ടൈം കഴിഞ്ഞാൽ അനങ്ങുള്ളൂന്നാ തോന്നുന്നത്. ഏകദേശം രാത്രി ആകുമ്പോഴത് അനങ്ങുള്ളൂന്നാ തോന്നുന്നത്. എനിക്കെന്തായാലും പേടിയാവുണ്ട്. എന്തായാലും ഞങ്ങളൊന്ന് പോട്ടെ ഗോയ്സ്. എന്ത് കാട്ടാനാ, പോയല്ലേ പറ്റൂ ഗോയ്സ്. ഞങ്ങളില്ലേ ഇപ്പൊ എന്താ ജേക്ക് പോയപ്പോ ഗോയ്സ് ഈ വണ്ടി അനങ്ങാൻ തുടങ്ങണു. എന്റെ പൊന്നോ, പാടില്ലോ. അയ്യോ അയ്യോ, ഞാൻ ഇവിടെ തിന്നുള്ളിൽ കേറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തോ പോലെ തോന്നുന്നു. ഇത് ഞങ്ങളെ വിഴയുടെ ഒരു ട്രെയിൻ പോവുള്ളൂ. ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഞങ്ങളെ വിഴുങ്ങി. ചാൾസാണ് ഞാൻ. എന്നെ തോപ്പിക്കാൻ ആരൊക്കെ പറ്റൂല. നീയൊക്കെ എന്തുവാടാ? ഞാനാണ് എന്നെ തോപ്പിക്കാൻ ആരക്കും കഴിയൂല. മനസ്സിലായോ? മനസ്സിലായോ ഗായ്സ്? എന്നെ വിളിച്ചില്ലേ, ഷിൻചാനും ഫിലിപ്സും വന്നു. എന്തുകൊണ്ടെന്നറിയോ? ചൂച്ചുചാൾസിനെ അവിടെ കാണാനില്ലെന്നില്ലേ. സന്തോഷത്തോടെ ഞാൻ ചാടി കളിക്കുന്നു. ആ സമയത്താണ് കണ്ട് ഈ ചൂച്ചുചാൾസ് ഈ റെയിലുണ്ടായിരുന്നു. എടാ മാറടാ, ഇനി വേറൊരു വഴിയില്ല. എടാ ജേക്ക്, നീ അങ്ങനെയൊന്നും ചെയ്യണ്ട. വേറെ വഴിയില്ലടാ. നീ ഇതിനെ എടാ തീ അങ്ങനെ ചെയ്ത്, പക്ഷെ നിനക്ക് പോലീസ് പിടിക്കാൻ വരില്ലോ നിന്നെ. അത് കുഴപ്പമില്ലടാ, ഇത് നശിച്ച് തീരട്ടെ. അത് അപ്രതീക്ഷയായി. അതെങ്ങനെ പോയി? നമുക്ക് ഒരു പേടിയില്ലല്ലേ. എന്നെ ഇവരടിക്കണ്ട്. വേഗം ഒന്ന് ഓടാ. ഞങ്ങളൊന്നും തെറ്റുകാരൊന്നുമല്ല ഞങ്ങളൊന്നും. പിന്നെ എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ വരണത്? ഞങ്ങളെ വെറുതെ ഒരു ചൂച്ചുചാൾസിനെ കൊല്ലതാ. എടോ, നീ ഈ കേസ് നിർത്താനുള്ള ഫയലൊന്നും ഉണ്ടാക്കണ്ട, മനസ്സിലായിട്ടോ? നീ അല്ലെങ്കിൽ എന്ത് വേണം, നിനക്കൊന്നും ഒന്നിനും പറ്റില്ലല്ലോ. ഷിൻചാൻ എന്തിനാ പവർ എടുത്തോ? ചാവില്ലല്ലോ. ഒരാൾ ചത്ത്. ഇനി തിരെ ഷിൻചാൻ തന്നെ കൊല്ല്. ഷിൻചാനെ കൊല്ലടാ, ഒന്ന് വേഗം. അമ്മ ഷിൻചാനെ ഈയും പൊളിയാക്കട്ടെ. ഷിൻചാന്റെ ഇപ്പൊ വെപ്പൺസ് ഒന്നും ഇല്ല ഗൈസ്. നമുക്ക് നേരെ പോവാം. നമ്മളാണെങ്കിലോ മണ്ടിയിട്ട് ഇത് വരും. പിന്നെയാണെങ്കിൽ മണ്ടിയിട്ട് വരാനും പറ്റൂല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ പോവാം. ഇനിയെങ്കിലും എന്നോ ഇവിടെ എന്താ നല്ലപോലെ നിൽക്കാൻ സമ്മതിക്കടാ. ഇങ്ങോട്ട് ഒരു കാര്യം, ഇപ്പൊ ചൂച്ചുചാൾസൊക്കെ പോയി. ഇനിയെങ്കിലും ഒന്ന് നല്ലപോലെ നിൽക്കാൻ സമ്മതിക്കും. മനുഷ്യന്മാരൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. നിങ്ങളെ കൊണ്ട് തോറ്റണം. നിങ്ങളൊക്കെ എന്തിനാടോ വെറുതെ അവിടെ കെട്ടിമൊഴി. ഷിൻചാനായാലും ഫിലിപ്സായാലും കണക്കാം. എന്നാലും നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരമെങ്കിലും ഉണ്ടായില്ലേ, അത് മതി. തൽക്കാലത്തിന് ഞാൻ പോയിട്ടില്ലേ, ഉറങ്ങും. ഇനി വല്ല ഇന്ന ശല്യം ചെയ്യാൻ വരണ്ട. അതെ, നീ എന്താണ് നിങ്ങളൊക്കെ എന്റെ കാറ് നശിപ്പിച്ച്? എടാ ഷിൻചാനെ, എന്റെ കാറൊക്കെ നിങ്ങളും എല്ലാവരും കൂടി എന്തിനാ നശിപ്പിച്ച്? നിന്നെ ഞാൻ തീർത്ത് കളയട്ടെ ഷിൻചാനെ.
ഒരു ജേക്കും കണക്കാം നീയും കണക്കാം, മനസ്സിലായോ? നീ ജേക്കിനൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ലടാ. എവിടെയാണ് മറ്റേ ഒരു ഫിലിക്സ് പറഞ്ഞാൽ പൊട്ട ആള്? എടാ ഫിലിക്സ്, കള്ള ഫിലിക്സ്. ഫിലിക്സിനെ ഒന്നും കാണാനില്ല. അപ്പോ ഗുഡ് ബൈ. ഞാനത് കിടന്നുറങ്ങുകയായിരുന്നു. എന്നെ വെറുതെ ബുദ്ധിമുട്ടി വന്നോണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായത്. അയ്യോ അങ്ങനെ പേടിക്കട. എങ്ങനത്തെ മണ്ടലൊക്കെ തിന്നോ? എടാ ലോബോബേര്, നീയൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ഒരു ഗുണമില്ലടാ. നീയൊക്കെ ഏതാടാ? നീ അങ്ങനെ പറഞ്ഞൂലേ? നീ അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. പോലീസിന്റെ അടുത്തേക്ക് പോവപ്പോ ധൈര്യം ഉണ്ടെങ്കിലേ എന്നെ പോലെ പടാ ഓട്ടോറിക്ഷ പോയി ഇടി അങ്ങോട്ട് കിട്ടിയിട്ടുള്ളൂ. അതെന്നെ ഇളകി പോവാ കേട്ടാ. ഇത്ര ഉള്ളു ഇതൊക്കെ എന്റെ ഫൈറ്റിങ്. നമുക്കില്ലേ വണ്ടി വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട. നമ്മളല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് നടന്ന് പോയാൽ മതി. അല്ല, നമുക്ക് ഓടിപ്പോയാ മതി. അയ്യോ, പോലീസ് സ്റ്റേഷന്റെ വഴി തെറ്റി. ഇതെന്ത് കഷ്ടപ്പോ വഴിയും തെറ്റാൻ തുടങ്ങിയോ? വലിയത് കഷ്ടമുള്ളൂ. ഇങ്ങോട്ടാണോ? ഇങ്ങോട്ട് തന്നെ. പോ. അയ്യോ അയ്യോ, പോലീസ് സ്റ്റേഷൻ. എടാ നീ എന്താടാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയണോ? എന്നാ പിടിച്ചോ. അയ്യോ എന്റെ കാറ് പോയി. അമ്മ എന്നെ കുറിച്ച് ചീത്ത വല്ല കാര്യം പറഞ്ഞ അവന്റെ അവസ്ഥ അവസാനായിരിക്കും, മനസ്സിലായടാ? എന്നോടാണോടാ കളി? ഞാൻ എന്റെ കോറന്തോഷിച്ച ജനങ്ങൾ പൊട്ടിപ്പിച്ചു. അതുകൊണ്ട് അതിനുള്ള ശിക്ഷ എന്തായാലും ഈ വീട്ടിൽ കിട്ടിയാൽ മതിയാവൂ. അതൊക്കെ അത്രേ ഉള്ളൂ. ഇതിങ്ങനെ കുലുങ്ങണ്. അയ്യോ, ഇതെന്തുവാടെ? ഇനി ഞങ്ങൾക്കൊക്കെ ഇരിക്കാൻ വയ്ക്കില്ലല്ലോ. നീ പുറത്തേക്ക് പോയേക്ക്. ശരിയാടാ. നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്, ഞാൻ തന്നെ അകത്തി വന്നോണ്ട്. ഹലോ, നീ ആരാടാ? വല്ല കേസ് വല്ലതും ഫയലാക്കാൻ വന്നതാണോ? അടിപൊളിയാണല്ല. കേസ് ആരോടെ ഫയലാക്കാൻ വന്നു? എന്നാ പിടിച്ചോ. നീ എന്നെ അവസാനോടാണ് ഇങ്ങോട്ട് പോട്. നീ എന്റെ പോലീസുകാരെ കൊന്ന് എനിക്ക് ഇഷ്ടായത് മനസ്സിലായോ? പിടിച്ചോ. നിന്റെ ഒരു ചോദ്യം പുറത്താനോ? ഇനി സിറ്റിയുടെ അവസാനമാവും, മനസ്സിലായോ? ആദ്യം നിന്റെ ഹെൽത്ത് തന്നെ ഒന്ന് എടുക്കാൻ നോക്ക്, എന്നിട്ടാണ്. എട്, നിനക്കൊരു കേറി അറിയോ? നീ ആരെ കൊന്നാലും ഈ സിറ്റിയിൽ ജാക്കുണ്ട്. ജാക്ക് പറഞ്ഞ ആളൊക്കെ എന്നെ കണ്ട മടി പോവും. ജാക്കിനെയൊക്കെ അറിയും ചെയ്യും, അവനെ ഞാൻ കൊല്ലും ചെയ്യും. ജാക്കിന്റെ പിള്ളേരെ ഞാൻ എന്തായാലും കൊന്നു. അപ്പൊ അവൻ വരാതിരിക്കില്ല. ആ ജാക്ക്, എനിക്ക് ജാക്കിന്റെ വീടൊക്കെ അറിയാം. അപ്പൊ ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യം ജാക്കിന്റെ വീട്ടിലേക്ക് പോവുക എന്നതാണ്. ലെറ്റ്സ് ഗോ ജാക്ക് ഹൗസ്. ആ ജാക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിനും കൊള്ളൂലല്ലോ. ജാക്കിന്റെ പിള്ളേരും ഒന്നിനും കൊള്ളൂല. ആ ഷിൻചാൻ പറഞ്ഞൊരു കുരുത്തം കേട്ട ചക്കണ്ട്. എനിക്കൊരു വിജയല്ലട. ഇന്ന പിടിച്ചോ. ഷെടോ, ഈ നായത് ചോടില്ലല്ലോ. ഇന്ന പിടിച്ചോ. ഷെടോ, ഈ നായ ചോടില്ല.
ഏതായാലും ജേക്കിന്റെ വണ്ടി പൊട്ടിച്ചറിച്ചു, അത് മതി. എടാ ജാക്കേ, നീ എവിടെയാണ് ജാക്കേ? ഉറങ്ങാനും സമ്മതിക്കില്ല. തോരി കുളിങ്ങടെ ഫിലിച്ചയ്യോ വല്ലതുമാണോ? അല്ലടാ, നിന്റെ കട ഒരാൾ വന്നിക്കുന്നു. ആരാടാ? അതൊന്നറിയില്ല, കണ്ടിട്ട് ഒരു ബോട്ട്സ് ചെന്ന പോലെ തോന്നുന്നുണ്ട്. മേത്ത് മൊത്തം ഒരു ലാവ കേട്ട്. ലാവേ? എന്ത് ലാവ? അല്ല, ഷിൻചാനും ഇതൊക്കെ ഷിൻചാന് ഗെയിം കളിച്ചോണ്ടിരിക്കാന്ന് ഞങ്ങളുടെ ഇടയിൽ പറഞ്ഞിരുന്നു. അതോ ഷിൻചാനെ ഒന്നും കാണാനില്ല. നമുക്ക് നേരെ പോവാം. നിക്ക്, എൻ്റെ ഫോൺ കൊണ്ട് തോണ്ട്. പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്നത്തെ ന്യൂസാണ്. നമ്മളുടെ സിറ്റിയിൽ ലാവാമേൻ ആളുകളെ കൊന്നോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാവാമേൻ പോലീസുകാരെ തീർത്ത് കളഞ്ഞിരിക്കുന്നു. അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ലാവാമേൻ ഉള്ളത് ജാക്കിന്റെ വീട്ടിലാണ്. പണിപാളി. നമ്മുടെ വീട്ടിലുള്ളത് എന്നാണ് പറഞ്ഞ്. എടാ ഫിലിച്ച്, അപ്പൊ ലാവാമേനല്ലേ? നമുക്കൊന്ന് നോക്കിയപ്പോ പണിപാളി. ഇവിടെ ലാവാമേനുണ്ട്. ഇനി എന്ത് കൂട്ടുക? അയ്യോ, പണിപാളി. പണിപ്പാലങ്ങളത്തിൽ കിട്ടി. പിന്നെ പതുക്കെ പതുക്കെ ലാവാമേന് അറിയാതെ പോകാൻ പറ്റും നോക്കാം. ലാവാമേൻ പുറങ്ങ. തക്കത്തിൽ നോക്കാം. നേരെ പോവാം, നേരെ പോവാം കായ്, നേരെ പോവാം, നേരെ പോവാം. പിടിക്കപ്പെട്ടു മോനെ. ഇനി നമ്മൾ തിരിഞ്ഞു നോക്കണതാ നല്ലത്. ജേക്ക്, നീ ഞാൻ ഉറങ്ങാന്ന് വിചാരിച്ച് അങ്ങനെ പോണ്ട. ഹലോ ലാവാമേനെ, സുഖല്ലേ? നീ എന്നെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കുന്നു. കയ്യും മോളെ, നീ എന്തിനാലും ആൾക്കാരെ കൊല്ലിടും. എനിക്കിഷ്ടായുണ്ട്. നീ എന്താണ്? നിന്നെയും കൊല്ലും. അത് ശരിയാ, നീയും കൊല്ലൂല. നന്നാ പിടിച്ചോ. നിന്റെ അവസാനം അവിടെ ഹെഡ് ഷോട്ട് അടിയട. നിന്റെ അവസാനം അവിടെ പിന്നെ ചാവാത്ത്. ഞാനങ്ങനെ ചാവൂല. അത് ശരി, ചാവൂല. നന്നാ പിടിച്ചോ. ഇത്ര ഉള്ളൂ ലാവാമേനൊക്കെ. എടാ ലാവാമേ, നീയൊക്കെ എന്നെ സംബന്ധിച്ചൊരു കുഞ്ഞാളാടാ. നീയൊക്കെ ഏതാടാ? ലാവാമേൻ എന്തായാലും പോയിട്ടുണ്ട്. അല്ല, സത്യം പറഞ്ഞ ഷിൻചാനൊക്കെ ഷിൻചാന് ലാവാമേൻ നേരത്തെ കൊന്നു. വെറുതെ അല്ല. അല്ല, അപ്പൊ ലാവാമേന് എന്തുകൊണ്ട് വന്നടാ? നിനക്കറിയും. ഞാൻ ശരിക്കും നിന്നോട് കള്ളം പറയുന്നു. ഞാൻ മറ്റേ ഷിൻചാനെ കൊല്ലുന്ന സമയത്ത് ഞാൻ മണ്ടിയതായിരുന്നു. അത് ശരി. ഷിൻചാനെ കൊന്നതിൻ്റെ ശേഷം പിന്നെയുള്ള എല്ലാ കേസും ഉണ്ടായിരുന്നു. അപ്പൊ നീ അതിനെ കൊന്നു. പിന്നെ പോലീസുകാരെ ആക്രമിച്ചു. അത് സത്യം പറഞ്ഞ അത് ചൂറ്റുചാൾസ് അയാളുടെ വണ്ടിയായിരുന്നു. ഓഹോ, അപ്പൊ ഇനി ചൂറ്റുചാൾസ് തിരിച്ചു വരാൻ സാധ്യത ഉണ്ടോ? അറിയില്ല. ചൂറ്റുചാൾസ് തിരിച്ച് വരികയാണെങ്കിലും അത് അടുത്ത വീഡിയോയിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് തന്നെ, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ, ടേക്ക് കെയർ ഫോർ വാച്ചിങ്.